കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ശിഷ്യ, ഇന്നു മുതൽ 7 ദിവസവും നിങ്ങൾ ഈ ഔഷധം സേവിക്കണം. രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയോടെ വേണം ഇത് സേവിക്കാൻ. ഇതെന്തിനാ ഇപ്പൊ ഔഷധം കൊടുക്കുന്നു? ദിവ്യമായ ഈ ഔഷധം സേവിച്ച് 7 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ജീവിതം തുടങ്ങുന്ന നിങ്ങൾക്ക് ഏറ്റവും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കാം. അതുമാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ കീർത്തിമാന്മാരും കീർത്തിമതികളുമായി തീരും. ഇതാ വാങ്ങിച്ചോളൂ. അല്ല, ഇതാ വാങ്ങിച്ചോളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് കീർത്തിമാന്മാരാവണ്ടല്ലോ ചേച്ചി. കുറച്ച് ലേഹ്യം നമുക്കൂടെ മേടിക്കണം. അതിന് നമ്മുടെ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലല്ലോ. അവരെ ഉടനെ വരുത്താന്ന് മായച്ചേനല്ലേ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടുപേരും. ഇനി വരാൻ പോകുന്ന 7 ദിവസവും കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആയുധം കൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. മനസ്സിൽ ഈശ്വര ചിന്ത മാത്രമേ പാടുള്ളൂ. അപ്പൊ വേറൊന്നും ആലോചിക്കാൻ പറ്റില്ലല്ലേ? കഷ്ടം. 7 ദിവസം ഡിക്കയുടെ കാര്യം പോക്കാം. ഡിക്കയുടെ കാര്യം മാത്രമല്ല, ജ്യോതിയുടെ കാര്യവും പോക്കാം. ഒന്നുകൂടി, വ്രതനിഷ്ഠയോടുകൂടി ജീവിക്കണം ഈ 7 ദിവസവും. ഒരിക്കലും വ്രതം തെറ്റിക്കാൻ ശ്രമിക്കല്ലേ. ഇനി എപ്പോഴും ഇവരുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. സ്വാമി പറഞ്ഞ എല്ലാ നിഷ്ഠകളും തെറ്റിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം സ്വാമി. അത് മതി. സ്വാമി, എന്താ കുട്ടിയുടെ പേര്? മായ. എല്ലാം മായയാണല്ലോ. കുട്ടിയുടെ പേരോ? ഞാൻ താര. താര, നല്ല പേര്. ഇതാരാ? ചിത്ര. നല്ല ഗമണ്ടൻ പേര്. ഈ ഔഷധം ഈ ഒരു കുപ്പി മാത്രമേ ഉള്ളൂ, അതോ ഇനിയുണ്ടോ? എന്തിനാ? കുറച്ചുകൂടെ വേണ്ടി വരും. നോക്കാം. കൊറേ നോക്കാനുണ്ടല്ലോ. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കും. അമ്മ പ്രാർത്ഥിച്ചതുപോലെ ഈ കുടുംബത്തിൽ ഐശ്വര്യമുള്ള ഉണ്ണികൾ ജനിക്കും. അമ്മ ഇവരുടെ വ്രതം തെറ്റാതെ നോക്കിയാ അത് ഞാൻ നോക്കിക്കോളാം സ്വാമി. ഹലോ,
എന്തേ ആലോചിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ആ 7 ദിവസത്തിന്റെ കാര്യ. കാത്തിരിപ്പ് ഒരു പ്രശ്നം തന്നെയാ. വേറെ വഴിയില്ലല്ലോ മാഷേ. കൈവിട്ടു പോവെന്ന എന്റെ പേടി. അയ്യടാ, അങ്ങനെ ഇപ്പൊ കൈവിടണ്ട. ഇതൊരു സുഖമുള്ള കാത്തിരിപ്പ. കേട്ടിട്ടില്ലേ? 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ. ഭീകാര അത് വേണ്ട വേണ്ട വേണ്ട. പാട്ടൊക്കെ ഇഷ്ടാ. പക്ഷേ ജീവിതത്തിൽ അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് വരുമ്പോഴാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? അതല്ലേ, ഓഫീസിൽ പോണ്ടേ. പോണോ? പിന്നെ പോവാണ്ട. റെസ്റ്റോറന്റിൽ പോവാതെ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് എന്നെ കുറ്റം പറയിപ്പിക്കല്ലേ? ഇയാളെ ആര് കുറ്റം പറയാനാ? ആ, ഈ 7 ദിവസം ഒന്ന് കഴിയട്ടെ, ശരിയാക്കി തരാം ഞാൻ. ആചാര്യ, ഇവരുടെ ബ്രഹ്മചാരിത്വം. ഹോമൊക്കെ കഴിഞ്ഞില്ലേ സ്വാമി? ഹോമം കഴിഞ്ഞെങ്കിലും നമ്മുടെ ഈ ജോലി കഴിഞ്ഞില്ലല്ലോ. അതെ, നാം ഒന്ന് പുറത്തേക്ക് പോവുക. ഓ, നല്ല കാര്യം. രണ്ടുപേരും കൂടെ അനുസരണക്കേടൊന്നും കാണിച്ചേക്കല്ലേ. സ്വാമി ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തു പറഞ്ഞത്? ഇവിടെ തന്നെ ഉണ്ടാവുമെന്നോ? നിങ്ങളൊന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അല്ല, ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഇവിടെയും ഓഫീസിലൊക്കെ ഉണ്ടാവുന്ന ഉദ്ദേശിച്ചത്. മണിവർണ്ണ സ്വാമികളുടെ അരുളപ്പാടുകളൊന്നും തെറ്റിക്കരുത്, അത് നല്ലതല്ല. അപ്പൊ ശരി, ഞാൻ പോയിട്ട് വരാം. പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്റെ ശിവനെ, ഇയാള് മിക്കവാറും മതി. ആഹാ, മോളെ നല്ല സന്തോഷത്തിലാണല്ലോ. അവള് ഹാപ്പി ആയിട്ടിരിക്കുന്നതില് നിനക്കെന്താ ഈ പ്രശ്നം? ഏയ്, എനിക്കെന്താ കുഴപ്പം? കല്യാണം കഴിച്ച ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ സ്നേഹം ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണുന്നത് ഇതാദ്യം. അതുകൊണ്ട് ചോദിച്ചതാ. അല്ലെങ്കിൽ ഈ താരേച്ചിക്കാര് സന്തോഷായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അല്ല, ഡി കെ എവിടെ? കഴിക്കാൻ വരുന്നില്ലേ? ആ, എന്നോട് വിളമ്പി വെക്ക്, ഇപ്പൊ വരാന്ന് പറഞ്ഞു. ആ, എന്നതാ വിളമ്പിക്കോ. നിന്റെ ഭർത്താവിനുള്ളത് നീ തന്നെ വിളമ്പുന്നത് നല്ലത്. ഇരിക്ക. മൈസൻ, രാവിലത്തെ പൂജ എങ്ങനെയുണ്ടായിരുന്നു? നിനക്ക് ഇഷ്ടപ്പെട്ടോ? നമുക്കിഷ്ടപ്പെടാനല്ലോ പൂജ നടന്നത്, ഫലം കിട്ടാനല്ലേ. അതിന്റെ ഫലം എന്താണെന്ന് ഈശ്വരൻ തീരുമാനിക്കട്ടെ. ഓ, ഗ്രേറ്റ് വേഡ്സ്.
നിനക്ക് ഇത്രയൊക്കെ വലിയ വാക്കുകൾ സംസാരിക്കാൻ അറിയായിരുന്നോടാ കണ്ണ? ഇനിയിപ്പൊ സംസാരിച്ചാലല്ലേ പറ്റൂ. ആ അമ്മേ, ആ ഗജരാജാനന്ദ സ്വാമികൾ എങ്ങോട്ട് പോയി? സ്വാമികളെ പൂജ കഴിഞ്ഞ ഉടനെ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയതാ. വൈകിട്ട് വരും. എന്തിനാ ഈ സ്വാമി ഇവിടെ താമസിക്കുന്നത്? പൂജ കഴിഞ്ഞിട്ട് തിരിച്ചു വയ്ക്കൂടെ? അമ്മ നിർബന്ധിച്ചിട്ടാണോ? ഏയ്, നോ നോ നോ, ഇതെല്ലാം മണിവർണ്ണ സ്വാമികളുടെ തീരുമാനമല്ലടാ കണ്ണ. DK പറഞ്ഞതിനോടാ എനിക്ക് യോജിപ്പ്. പൂജ കഴിഞ്ഞ് തിരുമേനി ഇവിടെ താമസിക്കുന്നതില് ഒരർത്ഥവുമില്ല. അത് DK ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാ. മായേ, നോ സ്പീക്കിംഗ്. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അത് മതി. അല്ല, നീ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. നീ ഇരിക്ക്. ഇല്ല, ഏട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. ഞാൻ എടുത്തോളാം ഏട്ടാ. ഞാൻ എടുത്തു തരാം. മതി മതി മതി. കഴിക്ക്. എന്റെ മായച്ചി, ഇങ്ങനെയാണെങ്കിൽ വിളമ്പി കൊടുക്കുന്ന മാത്രമല്ല, വാരി കൊടുക്കുന്നത് നമ്മൾ കാണേണ്ടി വരും. കഴിക്ക്. വേണ്ട. കേട്ടില്ലേ? ഭർത്താവ് വയ്യാതെ കിടക്കുകയും അല്ലാതെയും ഭാര്യമാരവർക്ക് വാരി കൊടുക്കുകയും വസ്ത്രം കഴുകി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. മടുത്തു, എനിക്കിത് കാണാൻ വയ്യ. നിനക്കിത് എന്തിന്റെ കേടാതാരെ? അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അടുത്തിടപഴകുന്നത് അത്ര വലിയ കുറ്റമാണോ? ഇടപഴകിക്കോട്ടെ, അതെങ്ങനെയാണോ? ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹം പ്രകടിപ്പിക്കാൻ വേറെ എന്തെല്ലാം ഇടങ്ങളുണ്ട്? ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പരസ്യമായിട്ട് വേണോ? ഹലോ ബേട്ടീസ്, നിങ്ങളുടെ കുശുമ്പും കുന്നാമ്മയും പറിച്ചില്ലേ ഇതുവരെ തീർന്നില്ലേ? അമ്മ കേൾക്കണം, ഞങ്ങൾ ആരുടെയും കുശുമ്പും കുന്നായ്മയൊന്നും പറഞ്ഞതല്ല. പക്ഷേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് DKയും ജ്യോതിയും തമ്മില് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട വല്ല കാര്യമുണ്ടോ അമ്മേ? അവര് പ്രേമിക്കോ കെട്ടിപ്പിടിക്കോ ചോറ് വാരി കൊടുക്കോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ. പക്ഷെ അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് വേണോ? ഒന്നും ഇല്ലേലും ഞങ്ങള് DKയുടെ മരുമക്കളല്ലേ. നോ ബേട്ടീസ്, ലൈഫിൽ ലവ് വന്നാൽ പിന്നെ എപ്പോഴും ലവ് ആയിരിക്കും. നിങ്ങൾ നല്ല മരുമക്കൾസ് അല്ലേ? അവരുടെ ലൈഫേ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാ. ദാറ്റ് ഈസ് ഗോഡ്, ദേവി മൂകാംബിക. ഇങ്ങനെയാണെങ്കില് ഞങ്ങൾ ഇവിടുന്ന് താമസം മാറ്റുന്നതാ നല്ലത്.
അതെ, എന്നാലേ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ബേട്ടീസ്, നിങ്ങൾ അവരുടെ പിന്നാലെ നടന്ന് കുശുമ്പും കുഞ്ഞായ്മയും കാണിച്ച് ലൈഫ് കളയാതെ യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കി എൻജോയ് ചെയ്. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ബാംഗ്ലൂർക്ക് പറഞ്ഞയച്ച DK അല്ലേ? അവര് വരും, യു വെയിറ്റ്. ഞാൻ തന്നെ ഇന്ന് എത്ര വട്ടം ശ്രീയേട്ടനെ വിളിച്ചു, ഒന്ന് ഫോൺ എടുത്തുകൂടിയില്ല. ഗോകുലേട്ടനും കണക്കാ മരക്കൊന്തൻ. ദാ, ഇപ്പൊ വിളിക്കാന്നും പറഞ്ഞ് ഇന്നലെ ഫോൺ വെച്ചതാ. പിന്നീട് ഇതുവരെ ഒരനക്കവും ഇല്ല. അത് നിങ്ങളുടെ കുഴപ്പമാ. എന്ത് കുഴപ്പം? ഞങ്ങൾ എന്ത് കുഴപ്പം കാണിച്ചെന്ന് അമ്മ പറയുന്നേ? നിങ്ങക്കേ ലവ് ചെയ്യാൻ അറിയില്ല. ലവ് എന്ന് പറഞ്ഞാലേ ഫയർ പോലെയാ, എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നിങ്ങളെ ആ ഫയർ കാത്തു സൂക്ഷിക്കണം. അവന്മാര് നിങ്ങളുടെ ലവിന് വേണ്ടി പിന്നാലെ വരണം. ഓക്കേ? അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ സ്നേഹം സത്യമോ? സ്നേഹം സത്യമായ മാത്രം പോരാ, ഇൻട്രസ്റ്റിംഗ് കൂടി ആയിരിക്കണം. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. എന്നാലേ ലവ് ബ്യൂട്ടിഫുൾ ആകത്തുള്ളൂ. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എങ്ങനെയാ സ്നേഹം കാണിക്കുന്നത്? അതിന് ഞങ്ങൾ ഇനി വല്ല കോച്ചിങ് ക്ലാസ്സിലും പോയി പഠിക്കണോ? എവിടെയാ അതിന്റെ കോച്ചിങ് ക്ലാസ് എന്ന് പറഞ്ഞാ ഞങ്ങൾ പോയി പഠിച്ചോളാം. അതിന് കോച്ചിങ് ക്ലാസ് ഇല്ലെന്ന് ആരടി പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെയാ നിങ്ങളുടെ ലവിന്റെ കോച്ചിങ് ക്ലാസ് നടക്കുന്നത്. അതെ, നിങ്ങൾ ആ ക്ലാസ് കണ്ടെത്തണം. നിങ്ങളുടെ ഹസ്ബൻഡ് വേണ്ട ലവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ഇല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ലവ് വളർത്തണം. എന്റെ ഹസ്ബൻഡിനെ ഞാൻ എങ്ങനെ ലവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതേ വൈഫിന്റെ ചുമതലയാ. അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ നിന്റെയൊക്കെ കാര്യേ പോക്ക. യു അണ്ടർസ്റ്റാൻഡ്? ലുക്ക് യുവർ മൈൻഡ് ആൻഡ് ടേക്ക് ലവ്. യു ലവ് യുവർ ഹസ്ബൻഡ്സ്. അങ്ങനെ ചെയ്ത നിങ്ങളുടെ ഹസ്ബൻഡ്സ് നിങ്ങളുടെ ലവിന് വേണ്ടി പിന്നാലെ നടക്കും. അവർ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല. വൈഫിന്റെ ലവ് ഒരു ചങ്ങല പോലെയാ. അതിൽ ഹസ്ബൻഡിനെ തളച്ചിടണം. ആ ചങ്ങല നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ അത് കണ്ടുപിടിക്കാൻ നോക്കും. ഇല്ലെങ്കിലേ അവന്മാരുടെ വഴിക്ക് അങ്ങോട്ട് പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്തൊക്കെയാ മായച്ചി അമ്മ പറഞ്ഞിട്ട് പോയത്? അമ്മ പറഞ്ഞത് ശരിയാ. നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ ചങ്ങല നമ്മള് കണ്ടെത്തിയേ പറ്റൂ. എന്നിട്ടതില് നമ്മുടെ ഭർത്താക്കന്മാരെ തളച്ചിടണം. വാട്ട് എ ബ്യൂട്ടിഫുൾ കാഴ്ച. എത്ര നാളായി അതുപോലൊരു കാഴ്ച കാണാൻ ഞാൻ കാത്തിരിക്കുന്നത്. ഓ, ഇന്ന് ദേവി എന്നെ കാണിച്ചു തന്നു. ഐ ആം ഹാപ്പി ബെറ്റി, വെരി വെരി ഹാപ്പി. നിന്നെ ഇത്രയ്ക്ക് അവൻ ലവ് ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്താ സംഭവിക്കുന്നെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാ ഞാനും. ഇങ്ങനൊരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന
ഞാൻ കരുതിയതേ അല്ല. ഏട്ടന് വന്നൊരു മാറ്റം എല്ലാവർക്കും മുന്നിൽ വെച്ച് എന്നെ അംഗീകരിക്കാൻ കാണിക്കുന്ന സത്യസന്ധത, പരിഹാസങ്ങൾക്ക് നടുവിൽ നിന്ന് ഭാര്യ അംഗീകരിക്കാനും ഇതുവരെ കാണിക്കാത്ത സ്നേഹം പ്രകടിപ്പിക്കാൻ കാണിക്കുന്ന ആ വലിയ മനസ്സ്, ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയും? മോളെ, നന്ദി പറയേണ്ടത് സ്തുതിക്കേണ്ടതും മൂകാംബിക ദേവിയെ തന്നെയാ ബേട്ടി. ഓ, അവന്റെ പഴയ കളിയും ചിരിയും എല്ലാം ഞാൻ വീണ്ടും കണ്ടു.